ഇഷ്ടമായി. ഇത് നല്ല ക്യൂട്ടല്ലായിരുന്നോ? സ്കെയിൽ ഉണ്ടാക്കി നോക്കിയാലോ? ഹലോ ഗായ്സ്, അപ്പം കുറച്ച് സ്കൂൾ സപ്ലീസ് ഉണ്ടാക്കിയാലോ നമുക്ക്. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യൂട്ട് റൂളർ അല്ലെങ്കിൽ സ്കെയിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പേപ്പർ എടുക്കുക. അതിന് ഇഷ്ടമുള്ള നമ്മൾ ആ സ്കെയിലിൻ്റെ മെഷർമെൻറ്റിലുള്ള പേപ്പർ കട്ട് ചെയ്ത് സൈഡിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാമേ. സൈഡിലൂടെ നമ്മൾ ഒരു വൈറ്റ് പേപ്പർ ഇങ്ങനെ ചുമ്മാ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വൈറ്റിന് പകരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇനി അതിന് മുകളിൽ കൂടെ നമ്മൾ നമ്മുടെ സ്കെയിലിൻ്റെ ഓരോ നമ്പേഴ്സ് ഇല്ലേ, ആ നമ്പേഴ്സ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചെറിയ സ്കെയിൽ ഉണ്ടാക്കുന്ന ജസ്റ്റ് സിമ്പിളായിട്ടുള്ള വയ്ക്കുന്നത്. എല്ലാവരും പഴയ സ്കെയിലൊക്കെ കൊണ്ട് സെയിം സ്കെയിൽ നമ്മൾ ബോറടിക്കത്തില്ല. അപ്പോൾ ഒരു വെറൈറ്റിയൊക്കെ ഇച്ചിരി ഒരു കട്ടിയുള്ള പേപ്പർ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒടിച്ച ശേഷം പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടി നമ്മളൊരു വെറൈറ്റി സ്കെയിലൊക്കെ എല്ലാവരും സെയിം സ്കെയിൽ കൊണ്ടുവരും. നമ്മൾ രണ്ടാമത്തെ സ്കെയിൽ കൊണ്ടുവന്നു അല്ലേ. ഇനി രണ്ടാമത് നമ്മളുണ്ടാക്കുന്ന ഒരു മിനി റിംഗ് ബുക്കാണ് ഉണ്ടാക്കുന്നത്. ഈ ക്യൂട്ടായിട്ടുള്ള റിംഗ് ബുക്കുകളില്ലേ നമ്മുടെയൊക്കെ വൈറ്റ് ടൈപ്പ്, അതിനുവേണ്ടി നമ്മൾ OHP ഷീറ്റ് എടുക്കുന്നതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ കട്ട് ചെയ്യുന്നു. പിന്നെ നടുക്കൊരു ചെറിയ കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ച് വെക്കുകയാണ്. ഇനി നമ്മൾ റിങ്ങായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ബ്രെഡൊക്കെ മേക്കുമ്പോൾ കിട്ടുന്ന ഒരു ബൈൻഡ് ചെയ്യുന്ന സാധനം, അതാണ് നമ്മൾ റിങ്ങായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ റിംഗ് ബൈൻഡറിന് വേണ്ടിയുള്ള പേപ്പർ പേജസ് സാധാരണ മിനി നോട്ട് ബുക്ക് പോലെ എടുത്ത് കട്ട് ചെയ്ത് പഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ സൈസിനനുസരിച്ച് പഞ്ച് ചെയ്ത ശേഷം ഇനി നമുക്കൊന്നുമില്ല, ഇനി നമ്മൾ ക്യൂട്ടാക്കാൻ വേണ്ടി കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അവിടെ ഈസി ആയിട്ടുള്ള നമ്മുടെ മിനി റിംഗ് ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കവായ് സ്റ്റൈൽ നോട്ട് ബുക്ക് പോലെ തോന്നുന്നില്ലേ? ഇനി അതിനോട് അടപ്പും കൂടെ ഉണ്ടാക്കണം. അതിനുവേണ്ടി സൈഡിലൂടെ ഒരു പേപ്പർ ഇങ്ങനെ ഒരു ലോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പം നമ്മുടെ മിനി റിംഗ് ബുക്ക് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ്, ഇഷ്ടമായോ? അപ്പോൾ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ക്യൂട്ടായിട്ടൊരു എറേസറാണ്. നമ്മുടെ ഇഷ്ടംപോലെ എറേസറിന് അതിനൊരു ക്യൂട്ടാക്കാൻ വേണ്ടി OHP ഷീറ്റ് എടുക്കുകയാണ്. അതിന് നമ്മൾ ഒരു റൗണ്ട് ചെയ്ത് അതിനെ ഒരു കവർ രീതിയിൽ ഈ റബ്ബർ അതിനകത്തിട്ട് കവർ ചെയ്ത ശേഷം അതിന് മുകളിൽ നമ്മുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇനി ഒരു അടപ്പ് പോലെയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പേപ്പർ വെച്ച് ഒരു അടപ്പ് കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യൂട്ട് റേസർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായോ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു പെൻസിൽ ബോക്സാണ്. നമ്മുടെ ഇതിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ ബോക്സുകൾ കിടക്കും. അപ്പോൾ അതിന് പെൻസിൽ ബോക്സൊക്കെ ഇതിനെ ഹാഫായി ചെയ്ത ശേഷം അതിനകത്തൊരു അടപ്പ് ഫിറ്റ് ആകാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം കൂടെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കണം. ഇനി ഇത് അടയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ പെൻസിൽ ബോക്സ് തന്നെ ഒലാകും. ഇനിയിപ്പോൾ നമ്മൾ അതിന് വെളിയിൽ ഞാൻ മഞ്ഞ കവറാണ് ഇട്ടിരിക്കുന്നത്. കവർ ഇട്ട് ചെയ്ത ശേഷം നമുക്ക് പ്ലെയിൻ ആയിരിക്കുന്നതുകൊണ്ട് കുറച്ച് വരയും കുരയൊക്കെ നിർത്തി നമ്മളൊരു ചെക്ക് ടൈപ്പിലെ ഒരു പെൻസിൽ ബോക്സ് ആക്കിയിട്ടുണ്ട്. ഇച്ചിരി കൂടെ കൂട്ടാക്കാൻ വേണ്ടി നമ്മൾ അതിന് മുകളിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാം. പിന്നെ നമ്മളിത് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടി നമുക്ക് സെല്ലോ ടോപ്പും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസിയുള്ള പെൻസിൽ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് പെൻസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നമ്മൾ കരുതുക. അപ്പോൾ നമ്മുടെ ബോക്സ് ആകുകയും ചെയ്യും, നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന കളയുന്ന സാധനമൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഷ്ടമായി DIY ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ഇതിനകത്ത് പെൻസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഒരു വെറൈറ്റി ബോക്സിൽ ആർക്കറിയാം നമ്മൾ പെൻസിൽ ബോക്സ് എങ്ങനെയുണ്ടെന്ന്? നമുക്കല്ലേ അറിയത്തുള്ളൂ, നമ്മളിങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് പെൻസിൽ ബോക്സ്? ഇഷ്ടമായോ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഫുൾ വീഡിയോ ഒക്കെ കാണണം, ഷെയർ ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ഇനി അടുത്തായിട്ട് നമ്മൾ ഒരു ക്യൂട്ട് പെന്നൊക്കെ ഇടുന്ന പൗച്ച് ടൈപ്പ്, നമ്മുടെ മറ്റേത് ബോക്സ് അല്ലായിരുന്നു, ഇനി പൗച്ചാണ്. അതിനുവേണ്ടി നമ്മളൊരു ചെറിയ പേപ്പർ ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റിലൊക്കെ മെയിൻലി നമ്മൾ ആ പെൻസിലിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് അറൗണ്ട് 17-16 സെൻറ്റിമീറ്ററിനകത്ത് എടുത്ത ശേഷം ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ് മുന്നിൽ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ, പുറവശത്ത് പേപ്പറിൻ്റെ കൂടെ. അപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുകയും ചെയ്യാൻ തുടങ്ങും, ഒരു ക്യൂട്ടായിരിക്കുകയും ചെയ്യും. ഇതൊക്കെ ഈ പണ്ടത് ഈ മേടിക്കാൻ കിട്ടിയിട്ടില്ലേ, അതുപോലത്തെ ടൈപ്പ്, ഒരു എൻവലപ്പ് ടൈപ്പ്. അപ്പോൾ അതിന് നമ്മൾ ട്രാൻസ്പെറൻറ്റ് OHP ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മളതിന് അടയ്ക്കാനുള്ള അടപ്പ് പോലെ വെട്ടി വെച്ചിട്ടുണ്ട്. ഈ മെഷർമെൻറ്റിൽ വെട്ടി വെക്കണം കേട്ടോ. ഇനി അടപ്പ് അടയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ മുകളിൽ ഡബിൾ സൈഡ് ടേപ്പോ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ചുമ്മാ ഇരുന്ന ഒരു രസമായിട്ട് തോന്നില്ല. അപ്പോൾ ഞാൻ ചെക്കും വെക്കൊന്നും എടുക്കുന്നില്ല. സൈഡിൽ 1-2 കുഞ്ഞ് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഒട്ടിക്കുന്നതുകൊണ്ട് ഇച്ചിരി സിമ്പിളായിട്ട്, എന്നാൽ ഒത്തിരി സിമ്പിളും അല്ല താനും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ കടയിൽ നിന്ന് പിടിച്ചാണെന്ന് ഇരിക്കുന്നോട്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഒട്ടിച്ച ശേഷം ഇതിന് അടയ്ക്കാനുള്ള സാധനമായിട്ടാണ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പെൻസിലോ പേനയോ എന്ത് വേണമെങ്കിൽ സ്കെയിലോ ആ മെഷർമെൻറ്റിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. പേപ്പർ കട്ട് ചെയ്യേണ്ടത് മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്. പെൻസിലിടാനാണ് പെൻസിലിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പം വേറെ കുറച്ച് കളർ പെൻസിലൊക്കെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് ഏതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ പെൻസിലും പേനയും സ്കെയിലും ഒക്കെ ഇട്ട ശേഷം നമുക്കതുകൊണ്ട് ഡബിൾ സൈഡ് ഇങ്ങനെ അടച്ചു വെച്ചാൽ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഇഷ്ടമായ? അപ്പം ഇതുപോലെ തന്നെ പണ്ട് ഞാൻ 1-2 പൗച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് അതുപോലെ ഉണ്ടാക്കിയ പൗച്ചാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട്? അപ്പോൾ ഇതുപോലെ തന്നെ 1-2 കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പണ്ടത്തെ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കാണാൻ പറ്റുമേ. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയ സാധനം തന്നെയാണ് ഇത് കാണിക്കുന്നേ ഉള്ളൂ. DIY പെൻസിൽ. ഞാൻ പണ്ട് വീഡിയോ ഇട്ടില്ലേ, നമ്മൾ പെൻസിലിനെ പല രീതിയിൽ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയത്, പല
പലതരത്തിലുള്ള പെൻസിൽ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണം. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള വീഡിയോ ആണ്. പല രീതിയിൽ നമ്മൾ ബോറിംഗ് പെൻസിലിനെ ക്യൂട്ടാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ലേ.